ഹായ് ഫ്രണ്ട്സ്, ആരോൺ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നലെ നടന്ന ISL കേരള ബ്ലാസ്റ്റേഴ്സും FC ഗോവയും നേരിട്ടപ്പോൾ 2-1 എന്ന സ്കോറിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരിക്കുന്നു. ISL വളരെ മികച്ച പ്രകടനമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ പുറത്തെടുത്തുവെങ്കിലും നമ്മളെ അലട്ടിയ ഏറ്റവും വലിയ വിഷമം കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് കാണാതെ എലിമിനേറ്റായി എന്നുള്ളതാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം പ്ലേ ഓഫ് കാണാതെ എലിമിനേറ്റ് ആവുക എന്ന് പറയുന്നത് വളരെയധികം സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ കോച്ച് ഡേവിഡ് കാറ്റലയുടെ കീഴിലുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ പരിതാപകരമായ ഒരു പ്രകടനമാണ് പുറത്തെടുത്തത്. എന്നാൽ ആഷ്ലി വെസ്റ്റ്വുഡിൻ്റെ വരവിലോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ശക്തികളായി മാറുകയാണ്, മൈറ്റിയായി മാറുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ആഷ്ലി വെസ്റ്റ്വുഡിൻ്റെ വരവിന് ശേഷം ഒരു കളി സമനിലയാവുകയും ഒരു കളി പരാജയപ്പെടുകയും ബാക്കിയുള്ള എല്ലാ കളിയും 5 കളിയും ജയിക്കുകയും ചെയ്തു. അങ്ങനെ 6 മത്സരങ്ങൾ അൺബീറ്റണായി കേരള ബ്ലാസ്റ്റേഴ്സ്. ഇന്നലെ നടന്ന മത്സരത്തിൻ്റെ 47ാമത്തെ മിനിറ്റിൽ കെവിൻ യോക്കിൻ്റെ ഒരു കിടിലൻ ലോങ് റേഞ്ചറിലൂടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ അടിക്കുന്നത്. പിന്നീട് 61ാമത്തെ മിനിറ്റിലും FC ഗോവ ഗോൾ നേടുന്നു. മലയാളി സൂപ്പർ താരമായ മുഹമ്മദ് നെമിലിലൂടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ വഴങ്ങുന്നത്. FC ഗോവ ഗോൾ നേടുകയും ചെയ്തു. മത്സരത്തിൻ്റെ 80ാമത്തെ മിനിറ്റിൽ ഫാലു എൻഡിയാഹോയിലൂടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ നേടുന്നത്. മത്സരം അവസാനിച്ചതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ മികച്ച പ്രകടനം പുറത്തെടുത്തു. ഈ സീസൺ കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള കാര്യം സംശയമാണ്. ദ വൺ ലാസ്റ്റ് ഡാൻസ് എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത് നമുക്ക് കാണാം. കാരണം ഈ സീസണോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് അടച്ചുപൂട്ടുന്നുവെന്ന് പറയുകയാണ്. താങ്ക് യു കേരള ബ്ലാസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നിരവധി ഇത് നമുക്ക് കാണുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് അടച്ചുപൂട്ടുമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങൾ നിരവധിയാണ്. എന്താവുമോ കേരള ബ്ലാസ്റ്റേഴ്സ് അടച്ചുപൂട്ടാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നവർ ഫോളോ ചെയ്യുക, യൂട്യൂബിൽ കാണുന്നവർ ആരോൺ ടോക്സ് എന്ന ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഫേസ്ബുക്കിലും കാണുന്നവർ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. ഇറ്റ്സ് മീ ആരോൺ ടോക്സ് സൈനിങ് ഓഫ് വിത്ത് ലവ് ആൻഡ് ലോട്ട് ഓഫ് റെസ്പെക്റ്റ്. താങ്ക് യു.